മറ്റേ അപ്പുറത്തുള്ള ആളെന്താ ചെയ്യണത്? കുഞ്ഞാഴ്ചായാല് തങ്ങന്മാരായാല് അണ്ട് എഴുതി അണ്ട് വിടല്ലേ, അസ്ത്രം വിടുന്ന മാതിരി കണ്ട് വിടല്ലേ. അതിന് വാക്കിലും ഇതിനൊന്നും ഒരു പക്വതയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വിവരം ഉണ്ടായിട്ട് കാര്യമില്ല, കോമൺ സെൻസ് ഉണ്ടാകണം. സീതിയാജിയുടെ ഒരു ശൈലി, അദ്ദേഹത്തിൻ്റെ തമാശകൾ കേരളം ഇപ്പോഴും ചർച്ച ചെയ്യുകയും അത് പറഞ്ഞു ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പി.കെ. ബഷീർ സാഹിബിനും ആ ഒരു ശൈലി കുറച്ച് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമസഭയിലൊക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ശൈലിയിൽ നിന്ന് മാറാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിരുന്നോ, അതല്ലെങ്കിൽ അത് തന്നെ സ്വയം ഉണ്ടായതാണോ എന്നുള്ളത്? നമ്മൾ അഭിനയിക്കല്ല, നമുക്ക് നാച്ചുറലായിട്ട് വരികയാണ്. പെട്ടെന്ന് എനിക്കറിയില്ല, ഉരുളക്കുപ്പേര് മറുപടി അപ്പം വരും. അത് നർമ്മത്തിൽ കൂടെ വരും, അത് വരും. അത് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കും. അതാണ് ഏത് കാര്യത്തിലും പെട്ടെന്ന് പറയും. വിഷയങ്ങളൊക്കെ പഠിച്ചു പോകും, അപ്പുറത്തുനിന്ന് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മറുപടി പറയും, അത് നർമ്മത്തിൽ പറയും. പിന്നെ എനിക്ക് രാഷ്ട്രീയ എതിരാളിയേ ഉള്ളൂ, രാഷ്ട്രീയ ശത്രു ഇല്ല. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ, ഒരാൾ പോസ്റ്റ് ഉണ്ടല്ലോ സ്ഥിരമായിട്ട് ലീഗിൽ നിന്ന് പോയ ആൾ, അയാൾക്ക് രാഷ്ട്രീയ ശത്രുതയാണ്. ഇപ്പോൾ പിണറായി വിജയൻ, അദ്ദേഹം നമ്മൾ എതിർക്കുന്നത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ നയങ്ങളെ സംബന്ധിച്ചാണ്. നമുക്ക് അദ്ദേഹത്തോട് രാഷ്ട്രീയ ശത്രുത അല്ല, ഒരു രാഷ്ട്രീയ എതിരാളിയായിട്ടും പിന്നെ ഒരു നേതാവാണ്, ആ ഇതിനെ നമ്മൾ കാണുന്നുള്ളൂ. മറ്റേ അപ്പുറത്തുള്ള ആളെന്താ ചെയ്യണത്? കുഞ്ഞാഴ്ചായാല് തങ്ങന്മാരായാല് അണ്ട് എഴുതി അണ്ട് വിടല്ലേ, അസ്ത്രം വിടുന്ന മാതിരി കണ്ട് വിടല്ലേ. അതിന് വാക്കിലും ഇതിനൊന്നും ഒരു പക്വതയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വിവരം ഉണ്ടായിട്ട് കാര്യമില്ല, കോമൺ സെൻസ് ഉണ്ടാകണം.